എസിന്റെ മൃതദേഹം പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. നേരത്തെ പാർട്ടി സഖാക്കൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇനി അന്ത്യാഭിവാദ്യം അർപ്പിക്കൽ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഇപ്പോഴും അനേകായിരങ്ങൾ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും മന്ത്രിയുമായ വി എൻ വാസൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്കെടുക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വിലാപയാത്രയായി വീണ്ടും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകും. ഇപ്പോൾ അനേകായിരങ്ങൾ അവിടെ തടിച്ചുകൂടി മുദ്രാവാക്യം മുഴക്കുകയാണ്. കേരളത്തിൻ്റെ സ്വന്തം വി എസ്, ആലപ്പുഴയുടെ വിപ്ലവ സമര നായകൻ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ നിന്ന് പുറത്തേക്കെടുക്കുകയാണ്. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും. തോരാത്ത മഴയാണ്, പെരുമഴയാണിപ്പോൾ ആലപ്പുഴയിൽ പെയ്യുന്നത്. ആ മഴയെ വകവയ്ക്കാതെ അവിടെ തടിച്ചുകൂടിയ അനേകായിരങ്ങളുണ്ട്. അവരെ സാക്ഷിയാക്കി ഇപ്പോൾ പി എസ് എന്ന കേരളത്തിൻ്റെ ആ രണ്ടക്ഷരം, ആ സമരധീരനെ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് കയറ്റുകയാണ്. അല്പസമയത്തിനകം തന്നെ അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പുന്നപ്ര വയലാറിൻ്റെ മണ്ണിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യനിദ്ര ഒരുക്കിയിരിക്കുന്നത്. 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെല്ലാം പുന്നപ്ര വയലാറിലെ ചുടുകാട്ടിലെത്തി അവിടെ അഭിവാദ്യം അർപ്പിച്ച ശേഷമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോയത്. അന്ന് സ്വാഗതം പറഞ്ഞത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി എസ് ആയിരുന്നു. ആ സ്വാഗതം പറഞ്ഞ പുന്നപ്ര വയലാറിൻ്റെ മണ്ണിലേക്ക് വി എസ് എത്തുകയാണ്. വിപ്ലവത്തിൻ്റെ ചോരച്ചുവപ്പുള്ള ആ മണ്ണിലേക്ക്, പുന്നപ്രയുടെ ചോരയുണങ്ങാത്ത ആ മണ്ണിലേക്ക്, വിവിധ രക്തസാക്ഷികൾ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഖാക്കൾ ഉറങ്ങുന്ന ആ മണ്ണിലേക്ക് വി എസ് ഇന്ന് എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുള്ള ആ വാഹനം വിലാപയാത്ര റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. പെരുമഴയെ വകവയ്ക്കാതെ ബസ്സിന് ചുറ്റിലും ഒരു മഴത്തുള്ളി പോലും താഴേക്ക് പോകാനിടയില്ലാത്ത തരത്തിൽ അനേകായിരങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട്. പ്രിയ വി എസ്, നിങ്ങൾ മരിക്കുന്നില്ല, ലാൽ സലാം ലാൽ സലാം എന്ന് അവർ ഉച്ചത്തിൽ പറയുകയാണ്.